നമുക്കെല്ലാവർക്കും ആകുലതയുണ്ടാവും. നമ്മുടെയൊക്കെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? അവരുടെ ജീവിതം എങ്ങനായിരിക്കും? അവരുടെ ജോലി നല്ലതായിരിക്കുമോ? അവരുടെ കുടുംബജീവിതം നല്ലതായിരിക്കുമോ എന്നൊക്കെ. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനൊരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. നിങ്ങൾ പേടിക്കണ്ട. ഈ എക്സ്പെരിമെൻ്റ് നടത്തി ഒരു പരാജയം നേരിട്ടാൽ പോലും എങ്ങനെ നിങ്ങൾക്ക് അതിൽ വിജയിപ്പിച്ചെടുക്കാം നിങ്ങളുടെ കുട്ടികളെ എന്നുള്ളതും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഹായ്, ഐ എം റസ്തം. ഐ ഷെയർ മൈ പാരന്റിങ് ജേർണി ഹിയർ. 1960കളിലാണ് വാൾട്ടർ മിഷേൽ എന്ന സ്റ്റാൻഫോർഡ് പ്രൊഫസർ നടത്തുന്ന ഒരു എക്സ്പെരിമെൻ്റ് നടക്കുന്നത്. ഇതാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വളരെ സിമ്പിളായ പരീക്ഷണം. അദ്ദേഹം ഒരു റൂമിലേക്ക് 4നും 5നും ഇടയിൽ വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോവുകയും അവർക്ക് ഒരു മാഷ്മെലോ സ്വീറ്റ്സ് അല്ലെങ്കിൽ മുട്ടായി കൊടുക്കുന്നു. എന്നിട്ട് ഈ മുട്ടായി കൊടുത്തിട്ട് അവർ കുട്ടികളുടെ അടുത്ത് പറയുന്നു, അവരൊരു 15 കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് അദ്ദേഹം തിരിച്ചു വരുന്നവരെ കഴിക്കാതിരുന്നാൽ ഒരു മുട്ടായും കൂടെ തരുമെന്ന്. എന്നിട്ട് ഇദ്ദേഹം റൂമിന് പുറത്തേക്ക് പോകുന്നു. ആ കുട്ടികളും മുട്ടായുമായി അവിടെ ഇരിക്കുന്നു. ചില കുട്ടികൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു, ചില കുട്ടികൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു, 3 മിനിറ്റ്. ചിലർക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ കഴിയാതെ അത് കഴിക്കുന്നു, ചിലർ 5 മിനിറ്റ് വരെ കാത്തിരുന്ന് കഴിക്കുന്നു, ചിലർ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും അദ്ദേഹം കതവ് തുറന്ന് കടന്നു വരുന്നു, 2 മുട്ടായി അവർക്ക് കൊടുക്കുന്നു. ഇത് അന്ന് മാഷ്മെലോ ടെസ്റ്റ് എന്ന് പറഞ്ഞ പേരിൽ പിന്നീട് പബ്ലിഷ് ചെയ്യുകയുണ്ടായി ഈ എക്സ്പെരിമെൻ്റ്. പക്ഷെ ഇത് പ്രശസ്തമാവുന്നത് അങ്ങനെ ഒരു ടെസ്റ്റ് ആദ്യം പബ്ലിഷ് ചെയ്തിട്ടല്ല. പിന്നീട് ഇത് ലോകത്ത് റൺ ചെയ്യുന്ന ഏറ്റവും നീണ്ട കാലം റൺ ചെയ്തൊരു എക്സ്പെരിമെൻറ്റുകളിലും കൂടെ ഒന്നാണ്. അപ്പം അത് പിന്നീട് അതേ കുട്ടികളെ 10 കൊല്ലം കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞ് ആ കുട്ടികൾക്ക് 40 വയസ്സ് വരെയും ഇവർ വീണ്ടും ഇവരുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണ്. ഈ കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലുള്ളതെന്ന്. ഈ മാഷ്മെലോ ടെസ്റ്റിൽ വിജയിച്ച ആളുകളുണ്ടല്ലോ, അതായത് 15 മിനിറ്റും ഇത് കഴിക്കാതിരുന്ന് 2 മുട്ടായി വാങ്ങിച്ച ആളുകൾ, ആ കുട്ടികൾ അവരുടെ കുടുംബ ജീവിതത്തിൽ നല്ല നിലയിലെത്തുകയും ജോലിയിൽ നല്ല നിലയിലെത്തി അവരുടെ എൻട്രൻസിൽ നല്ല സ്കോർ കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ അവർ സ്വന്തം ജീവിതത്തിലെ സ്ട്രെസ് ലെവലുകൾ അവർ നല്ലപോലെ മാനേജ് ചെയ്യുന്നു. ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് സക്സസ്ഫുൾ ആവാൻ കഴിയുന്നു എന്നുള്ളത് ഇത് ഭയങ്കര അത്ഭുതകരമായ ഒരു പ്രതിഭാസമായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ലേറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ്. അതായത് പെട്ടെന്നൊരു സുഖം കിട്ടുന്നതിനപ്പുറം കുറച്ച് കാത്തിരുന്ന് ഒരു നല്ല സുഖം, നല്ല സന്തോഷം, നല്ല അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് TV കാണാതിരുന്ന് കൃത്യമായി പഠിച്ച് ഹോംവർക്ക് ചെയ്ത് അടുത്ത ദിവസം സ്കൂളിൽ ചെന്ന് ഹോംവർക്ക് ചെയ്തതിൻ്റെ അഭിനന്ദനം കിട്ടുക എന്നുള്ളത് ഒരു ലേറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. എന്നാൽ മൊബൈലിൽ കളിക്കാതിരുന്ന് ഇപ്പോൾ പഠിക്കാൻ പറയുമ്പോൾ അത് ചെയ്യാൻ കഴിയാത്തത് നമുക്കൊരു ഏർലി ഗ്രാറ്റിഫിക്കേഷൻ, അതായത് നൈമിഷികമായ ഒരു സുഖം നമ്മളെ ഓവർകം ചെയ്യുന്നു. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, അഡൽട്സിനുമൊക്കെ ഉണ്ട്. അപ്പോൾ അഡൽട്സിൻ്റെയൊക്കെ ജീവിതത്തിൽ അത് ഒരു അഡൽട്ട് ആയിരിക്കുമ്പോൾ ഒരു ആളാകുമ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ വിജയം വരിക പലപ്പോഴും ഒരു ജോലിക്ക് പോകുമ്പോൾ ആ ജോലി വൃത്തിയായി ചെയ്യുക എന്നുള്ളതിന് തടസ്സം ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ആയിരിക്കാം. ഒരു സോഷ്യൽ മീഡിയ പെട്ടെന്ന് വരുമ്പോൾ ആ സോഷ്യൽ മീഡിയ തരുന്നത് ഒരു ഏർലി ഗ്രാറ്റിഫിക്കേഷനാണ്, പെട്ടെന്നുള്ളൊരു നൈമിഷിക സുഖമാണ്. ആ സുഖത്തിൻ്റെ പേരിൽ നമ്മളൊരു വലിയൊരു വർക്ക് ചെയ്ത് ഒരു നല്ലൊരു റിസൾട്ട് ജനിപ്പിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും നമ്മളൊരു ഒരു നൈമിഷിക സുഖത്തിൻ്റെ പുറകെ പോയിട്ട് ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അവിടെ നമ്മൾ പരാജയപ്പെടുന്നു. ഇത് ഒരാളുടെ ആരോഗ്യം പരിപാലിക്കുന്നതിലുമാവാം. ഇതേ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ കേവലം ഒരു എക്സ്പെരിമെൻ്റ് ഒരു കുട്ടി വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് പ്രഖ്യാപിക്കുന്നതിനപ്പുറം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരുപാട് മേഖലകളിൽ അവർ സക്സസ്ഫുൾ ആവാൻ ഉപകരിക്കുന്ന ഒന്നാണ് ലേറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നമ്മൾ തയ്യാറാകുക എന്നുള്ളത്. നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ഇതിൽ പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ, നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് വീട്ടിൽ ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടി ഇതിൽ പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ, പേടിക്കേണ്ട, വിഷമിക്കേണ്ട. നിങ്ങളുടെ കുട്ടികൾ ലേറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. അതും നമുക്കൊരു എക്സ്പെരിമെൻ്റ് തന്നെയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് റോച്ചസ്റ്ററിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻ്റാണ്. ഇതേ മാഷ്മെലോ ടെസ്റ്റിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അവർ ചെയ്തതാണ്. അത് 2 ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ എടുത്തു. ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ എടുത്തിട്ട് ഒരു കുട്ടികളെ എടുത്തിട്ട് പറഞ്ഞു, അവർക്ക് കുറച്ചൊരു പാക്കറ്റ് ഓഫ് ക്രയോൺസ് കൊടുത്തിട്ട് പറഞ്ഞു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയൊരു പാക്കറ്റ് ക്രയോൺസ് തരാമെന്ന്. എന്നിട്ട് ഫസ്റ്റ് എടുത്ത കുട്ടികളിൽ ഇത് കൊടുത്തില്ല. അവർക്ക് ആ വാഗ്ദാനം നൽകിയതുപോലെ ആ വലിയ ക്രയോൺസ് നൽകിയില്ല. സെക്കൻഡ് സെറ്റ് ഓഫ് കുട്ടികൾ എടുത്തവരിൽ ഇങ്ങനെ തന്നെ വാഗ്ദാനം നൽകിയിട്ട് ആ ക്രയോൺസ് കൊടുത്തു. ഇതിലെ ആദ്യത്തെ സെറ്റ് ഓഫ് കുട്ടികളിൽ പിന്നീട് മാഷ്മെലോ ടെസ്റ്റുകൾ പരീക്ഷിക്കുമ്പോൾ കണ്ടെത്തിയത്
അവർ എന്ത് ചെയ്തിരിക്കുകയാണ്, അവർ ഇങ്ങനെ ഒരു മുട്ടായി കൊടുത്തിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വേറെ മുട്ടായി തരാമെന്ന് പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല, മറിച്ച് അവർ ആ ഒന്നാമത്തെ മുട്ടായി കഴിക്കുന്നതായി. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ഈ ഒന്നാമത്തെ മുട്ടായി വാങ്ങിച്ചിട്ട് രണ്ടാമത്തെ മുട്ടായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള. ഇതിൻ്റെ കാരണം രണ്ടാമത്തെ കുട്ടികളെ അവർ ട്രെയിൻ ചെയ്യാണ്. എങ്ങനെ ട്രെയിൻ ചെയ്യാണ്? പതുക്കെ പതുക്കെ ട്രെയിൻ ചെയ്യുകയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് കൂടുതൽ വലുത് കിട്ടുമെന്ന്. അങ്ങനെ തലച്ചോറിനെ ലേറ്റ് ഗ്രാറ്റിഫിക്കേഷനായി തയ്യാറാക്കുകയാണ് രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ചെയ്യുക. പലപ്പോഴും ഒരു പേരൻറ്റിങ്ങിൽ ഒരു പേരൻസ് വരുത്തുന്ന വലിയൊരു അപകടം, വലിയൊരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, വാഗ്ദാനം നൽകും. ഞാൻ ഇന്ന് വൈകിട്ട് നിന്നെ കളിക്കാൻ കൊണ്ടുപോകാം, ഇന്ന് ഞാൻ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം, ഇന്ന് നിനക്ക്, അല്ലെങ്കിൽ ഈ ആഴ്ച നിനക്ക് പുതിയ ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിച്ചു തരാം. ഇങ്ങനെ കുട്ടികൾക്ക് വാഗ്ദാനം നൽകിയിട്ട് നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും, നമ്മളുടെ തിരക്ക് കൊണ്ടാവാം, നമ്മുടെ ജോലിയിലെ പ്രശ്നങ്ങൾ കൊണ്ടാവാം, നമുക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റാതാവും. ഇപ്പോൾ കുട്ടിയുടെ തലച്ചോറിൽ എന്താണുള്ളത്? ഞാൻ ഒരു വാഗ്ദാനം കിട്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പെട്ടെന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കുക എന്നാണ് കുട്ടി അവിടെ നിന്ന് പഠിക്കുക. അതായത് ഒരു ഏർലി ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി, ഒരു നൈമിഷികമായ പെട്ടെന്നുള്ള സുഖത്തിന് വേണ്ടി കുട്ടിയുടെ തലച്ചോറ് ട്രെയിൻഡ് ആകുകയാണ് നമ്മളുടെ ആ പ്രവർത്തനം കൊണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് വൈകിട്ട് കളിക്കാൻ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ കൂടെ പറയും, ഇന്ന് എൻ്റെ ജോലിയിലെ കാര്യങ്ങളൊക്കെ വൈകിട്ട് 5 മണിക്കുള്ളിൽ തീർന്നാൽ ഞാൻ നിങ്ങളെ 5:30 കളിക്കാൻ കൊണ്ടുപോകാമെന്ന്. ഐ ബ്രിങ് എ കണ്ടീഷൻ ഡെയർ. അപ്പം നമ്മളുടെ കണ്ടീഷൻ വരുന്നതോടുകൂടി കുട്ടിയെ അവിടെ എന്ത് ചെയ്യുന്നില്ല, കുട്ടിയുമായി നടത്തിയ ഒരു കോൺട്രാക്റ്റ് ഞാൻ ലംഘിക്കണില്ല, ആ കോൺട്രാക്റ്റ് ഞാൻ തുടർന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനെ കുട്ടി ഇത് കൊണ്ടുവരുന്നതോടുകൂടി നമ്മളൊരു സേഫർ സൈഡിൽ നിൽക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിയെ പതുക്കെ ട്രെയിൻ ചെയ്തെടുക്കാം. അവർക്ക് ഒരു 2 മിനിറ്റാണ് കുട്ടിക്ക് പിടിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ 2 മിനിറ്റ് ഈ മിഠായി അല്ലെങ്കിൽ ഈ കാര്യം നിങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യാം, അടുത്ത കാര്യം കിട്ടും എന്നുള്ളത് കൊണ്ടുവന്ന് പതുക്കെ കുട്ടിയുടെ ലേറ്റ് ഗ്രാറ്റിഫിക്കേഷനിലേക്ക് പതുക്കെ കുട്ടിയെ കൊണ്ടുപോകാം. അത് കുട്ടികളെ എന്തിന് ഉപകരിക്കും? കുട്ടികൾക്ക് താമസിച്ചൊരു റിസൾട്ട് കിട്ടുന്നതിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കും. അപ്പോൾ കുട്ടിക്കറിയാം, ഞാനൊരു 2 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചാൽ എനിക്ക് ചിലപ്പോൾ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ നന്നായി പെർഫോം ചെയ്താൽ, കണ്ടിന്യൂസ് ആയി എക്സസൈസ് ചെയ്ത് പെർഫോം ചെയ്താൽ എൻ്റെ ഹെൽത്ത് നന്നായി കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ലോങ് ടേം ഗോൾസ് അവർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെ പതുക്കെ ലേറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മാർഷ്മെല്ലോ ടെസ്റ്റ് നമ്മുടെ കുട്ടികളിൽ സക്സസ്ഫുള്ളായി വിജയിപ്പിച്ചെടുക്കാനും പറ്റും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനലിലൂടെ ഒരുപാട് പേരൻറ്റിങ് ടിപ്സ് ഷെയർ ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.